അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതാലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലിൽ ഹബീബ് എന്ന പരിപാടിയോട് സംബന്ധിച്ചാണ്. നാഥൻ കബൂലാക്കുമാറാകട്ടെ. നാളെ അവൻ്റെ അടുക്കൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സത്യനബി സ്ത്രീ മോചകൻ എന്ന ടോപ്പിക്കിൽ ഞാനും അല്പം സംസാരിക്കാം. റബ്ബ് സ്വീകരിക്കട്ടെ. പിറന്നയുടൻ പെണ്ണിന് മണ്ണ് വിധിച്ച, സ്ത്രീയെ ഭോഗവസ്തുവായി മാത്രം കണ്ട, അധമരും മന്ദമാനസരും ജീവിച്ച അന്ധകാര യുഗത്തിലാണ് അന്ത്യപ്രവാചക പ്രഭു ഉദയം കൊള്ളുന്നത്. കുഞ്ഞു പെണ്ണായാൽ വല്ല വജഹു മസൂദം വഹുവ കദീമ, ദേശം കൊണ്ട് അവരുടെ മുഖങ്ങൾ കറുക്കുമായിരുന്നു എന്നാണ് ഖുർആൻ അടിവരയിട്ടത്. അത്തരത്തിലുള്ള മർത്യരിലാണ് മുത്തുനബി സത്യദീനിന്റെ പവിത്രമുത്തുകൾ വാരി വിതറി സ്ത്രീകുലത്തിന് സ്വാതന്ത്ര്യ റൂട്ട് വെട്ടിയത്. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ അത് നിമിത്തമായി. ഇസ്ലാം പുൽകിയ ശേഷം 5 പെൺതരികളെ ജീവനോട് കുഴിച്ചു മൂടിയ കഥ സ്വഹാബിവര്യൻ ദിഹിയത്തുൽ കൽബി തങ്ങൾ പറഞ്ഞപ്പോ മുത്തുനബിയുടെ കൺതടങ്ങൾ നിറഞ്ഞിരുന്നു. ഇസ്ലാം പെണ്ണിന് നൽകുന്ന ആദരവും സ്വാതന്ത്ര്യവും മറ്റൊരു മതവും നൽകുന്നില്ല. ഒരു സ്ത്രീ മകളാവുമ്പോഴും ഭാര്യയാവുമ്പോഴും ഉമ്മയാവുമ്പോഴും അത്യാദരവിനും ബഹുമാനത്തിനും അർഹയാണെന്നാണ് ഇസ്ലാമിക അധ്യാപനം. വല്ല മാതാപിതാക്കളും 2 പെൺമക്കളെ സുരക്ഷയും വിദ്യവും അന്നവും വസ്ത്രവും നൽകി പ്രായപൂർത്തിയിലെത്തിച്ചോ, അവരും ജ്ഞാനം സ്വർഗലോകത്ത് ഇപ്രകാരമാണെന്നാണ് 2 വിരലുകൾ അടുപ്പിച്ച് മുത്തുനബി മൊഴിഞ്ഞത്. ഭാര്യയാവുമ്പോഴും പെണ്ണിന് പൊന്നു വിലയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും മികച്ച വിഭവം ഉത്തമ ഭാര്യയാണെന്ന തിരുമൊഴി മുത്ത് അതിനൊരാധാരം മാത്രം. ഉത്കൃഷ്ട വിശ്വാസി തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന നബി വചനം മറ്റൊരു ഉദാഹരണം. മാത്രമല്ല, അനാവശ്യമായി അവരോട് കോപിക്കലും അടിക്കലും പാടില്ലെന്ന് അവിടുന്ന് ഉത്ബോധിപ്പിച്ചു. കൂടാതെ വിവാഹമൂല്യം കൈപ്പറ്റാനും ആവശ്യാനുസരണം തന്റെ ഇണയെ കണ്ടെത്തുന്നതിനും ഭർത്യപീഡനം അസഹ്യമാകുമ്പോൾ ഒഴിവാക്കുന്നതിനും ഇസ്ലാമല്ലാതെ മറ്റൊരു തത്വസംഹിതയും സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല. ഉമ്മയാവുമ്പോൾ പെണ്ണിന് കൂടുതൽ പവറുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ പാദത്തിനടിയിലാണ് സുരലോക സ്വർഗമെന്ന മൊഴിയും. ഏറ്റവും കൂടുതൽ കടമപ്പെട്ടിരിക്കുന്നത് ആരോട് എന്ന സ്വഹാബിയുടെ ആവർത്തിച്ച ചോദ്യത്തിന് ആദ്യ 3 തവണയും നിന്റെ ഉമ്മയോട് എന്ന് പറഞ്ഞ പ്രവാചക പരാമർശവും ഉമ്മയാവുമ്പോൾ സ്ത്രീയുടെ മഹത്വം വിളിച്ചറിയിക്കുന്നു. സ്വത്തവകാശ വ്യവസ്ഥയിലും മാന്യമായ പരിഗണന ഇസ്ലാം പെണ്ണിന് നൽകുന്നുണ്ട്. ജാഹിലിയ കാലത്തും ചില മതങ്ങളിലും ഈ വിഷയങ്ങളിൽ പെണ്ണിനെ പടിയടച്ച് പിണ്ടം വെച്ച് പാടെ അവഗണിക്കുമ്പോൾ അവളുടെ കൈകാര്യകർത്ത മഹത്വത്തിന്റെ തോതനുസരിച്ചുള്ള പരിഗണന ഇസ്ലാം വകവെക്കുന്നു. യുദ്ധരംഗമെടുത്ത് സ്ത്രീകളെ ഒരിക്കലും ആക്രമിക്കരുതെന്ന് അനുചരരെ പഠിപ്പിച്ച തിരുനബിയേക്കാൾ വലിയ സ്ത്രീ വിമോചകൻ ആരുണ്ട്? എന്നാൽ അമിത സ്വാതന്ത്ര്യം സ്ത്രീക്ക് ആപത്തെന്നതിനാൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതാണ് സ്ത്രീക്ക് സുരക്ഷയും സംരക്ഷണവും. വീടിന്റെ അകത്തളങ്ങളിലെ രാജ്ഞിയാണവൾ. അവൾക്ക് ആരാധനയ്ക്കും ഉത്തമ ഉള്ളറ തന്നെ. കാരണം എണ്ണമറ്റ കാമഭ്രാന്തമാണ് തെരുവോരങ്ങളിൽ അവളെ കണ്ണുവച്ച് നിലകൊള്ളുന്നത്. ഇപ്രകാരം തന്നെയാണ് സ്ത്രീ വിഷയവും സ്ത്രീ വസ്ത്ര വിഷയവും. പർദ്ദയും ഹിജാബും അവൾക്ക് സുരക്ഷയാണ്. അവളുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് ഭർത്താവ് മാത്രമാണെന്നാണ് ഇസ്ലാമിക പക്ഷം. ഇന്നിന്റെ യുഗത്തിലെ വനിതാ കമ്മീഷൻ സാരഥികളടക്കം ഇത് ശരിവെച്ചു കഴിഞ്ഞു. അഥവാ പീഡനങ്ങളുടെ മുഖ്യ കാരണം സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമാണ്. വിമർശകൻ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ഇത്തരം സ്വാതന്ത്ര്യ നിധികൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും വിശ്വാസിനികൾ ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യ രേഖക്കപ്പുറം കടക്കരുതെന്നും ഉത്ബോധിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.